3 പ്രാവശ്യം എൻ്റെ വണ്ടി ഇടിച്ചു. അത് 3 വാളിന് വേണ്ടി വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ്, വാളിൻ്റെ ആവശ്യത്തിന് വരുമ്പോഴാണ്. എൻ്റെ ഭാര്യയും കൊണ്ട് മംഗലത്തിന് പോകുമ്പോഴായിരുന്നില്ല, എല്ലാം വാളിൻ്റെ പേരിലാണ്. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഈ ത്യാഗം അനുഭവിക്കുമ്പോൾ അതിന് അള്ളാഹു നല്ല കൂലി തരുമെന്നൊരു പ്രതീക്ഷയാണ്, ഒരു പ്രതീക്ഷയാണ്. അല്ലാതെ അമലി കൊണ്ട് സ്വർഗത്തിൽ കിടക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കിട്ടൂല. അള്ളാഹു നമുക്കെല്ലാം സ്വർഗം നൽകുമാറാകട്ടെ. 7 നരകത്തിന്റെ വാതിൽ അള്ളാഹു അടയ്ക്കും റജബിന്റെ മാസത്തിൽ 7 നോമ്പ് പിടിച്ചാൽ. 8 നോമ്പെടുക്കുന്നുവോ അവന് വേണ്ടി സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന് 8 വാതിലുണ്ടത്രേ. പരിശുദ്ധ ഖുർആനും ആ ഭാഗം ചർച്ച ചെയ്യുന്നുണ്ട്. ആ 8 വാതിൽക്കലിലൂടെ അവൻ ഇഷ്ടപ്പെടുന്ന വാതിലിലൂടെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു അവസരം നൽകുന്നത് ഈ റജബിന്റെ മാസത്തിൽ 8 നോമ്പ് അനുഷ്ഠിക്കുന്നവർക്കാണ്. 8 നോമ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാൻസാണ്. ഞങ്ങൾ നോമ്പ് ഒടിച്ചിട്ട് അബൂബക്കർ മുസ്ലിയാർക്കുണ്ട് ദ്വാരം. 8 നോമ്പ് 8 വാതിൽക്കൽ സ്വർഗത്തിൽ കിടക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി തആല വീണ്ടും പറയുകയാണ്, വമൻ സാമ 10 അയ്യാം, റജബിന്റെ മാസത്തിൽ 10 നോമ്പ് അനുഷ്ഠിച്ചാൽ ലയസ്അലല്ലാഹ അസ്സ വജല്ല ശൈആ, ഏതൊരു വസ്തുവിനെ കുറിച്ച് ചോദിക്കുന്നുവോ, അവന്റെ ദുനിയവി ഉഖ്റവി കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുവോ, നമസ്കാര പായയിലിരുന്ന് നിറകണ്ണുകളോടെ കരങ്ങളെ നീട്ടി പടച്ച തമ്പുരാന്റെ കോടതിയെ അള്ളാഹുവിന്റെ മുന്നിൽ സകലവും സമർപ്പിച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ ദുനിയവി ഉഖ്റവി കാര്യങ്ങളെ ചോദിച്ചാൽ ഇല്ലാ അഅതാഹു, അള്ളാഹു അവന്റെ തേട്ടത്തെ തട്ടിക്കളയുകയില്ല. അള്ളാഹു അവന്റെ കണ്ണുനീരെ ഒപ്പിയെടുക്കുമത്രേ. അള്ളാഹു അവന്റെ ദുആ സ്വീകരിക്കുമത്രേ. അള്ളാഹു അവനെ സന്തോഷിപ്പിക്കുമത്രേ. ഏതൊരു കാര്യത്തെ കുറിച്ചാണോ ഈ 10 നോമ്പ് റജബിന്റെ മാസത്തിൽ അനുഷ്ഠിച്ചിട്ട് ചോദിച്ചത്, അവൻ ചോദിച്ചത് മുഴുവനും അള്ളാഹു അവന് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് ഹദീസ് പൂർത്തീകരിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വമൻ സാമ 15 അയ്യാം, ഒരു വിളിയാളം കേൾക്കുകയാണ്. ഖദ് ഗഫർതു ലക, ഖദ് ഗഫർതു ലക, നിനക്ക് ഞാനിതാ മാപ്പ് ചെയ്തിരിക്കുകയാണെന്ന് ആകാശലോകത്ത് നിന്ന് വിളിയാളം വരികയാണ്. ആരോ വിളിച്ചു പറയുന്നവർ വിളിച്ചു പറയുകയാണ്, 15 നോമ്പ് റജബിന്റെ മാസത്തിൽ അനുഷ്ഠിച്ചവരെ, അള്ളാഹുവിന്റെ ഓർഡറാണ്, അള്ളാന്റെ കൽപ്പനയാണ്. അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്, ഖദ് ഗഫർതു ലക, നിന്റെ പാപം ഞാൻ ഇതാ മാപ്പ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ദുനിയാവിൽ നീ ചെയ്ത തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകൾ മുഴുവനും ഞാൻ ഇതാ നന്മയാക്കി രൂപപ്പെടുത്തിയിരിക്കുകയാണ്, നന്മയാക്കി രൂപപ്പെടുത്തിയിരിക്കുകയാണ്. യുബദ്ദിലുല്ലാഹു അൻഹും സയ്യിആതിഹിം ഹസനാത്ത്. 15 നോമ്പെടുത്തവർ ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത തെറ്റില്ലേ, ആ തെറ്റൊക്കെ നന്മയാക്കി അല്ലാഹു മാറ്റും. അല്ലാഹു മാറ്റും. വ്യഭിചരിച്ചത് നോമ്പാക്കി മാറ്റും, കള്ളു കുടിച്ചത് നോമ്പാക്കി മാറ്റും, ചാറ്റിംഗ് ചെയ്തത് നോമ്പാക്കി മാറ്റും, ചീറ്റിംഗ് ചെയ്തത് അല്ലാഹു തആല നന്മയാക്കി മാറ്റും, ലൈൻ അടിച്ചത് അല്ലാഹു തആല നന്മയാക്കി മാറ്റും. 15 നോമ്പെടുക്കണം. 15 നോമ്പെടുക്കണം. ഇനിയിപ്പോ ചാറ്റിംഗ് ചെയ്തിട്ട് 15 നോമ്പെടുത്തിട്ട് അടുത്ത പുതിയ ലൈൻ തെരഞ്ഞെടുത്ത് അടുത്ത റജബ് വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത റജബിലേക്ക് വീണ്ടും ഒരു 15 നോമ്പെടുത്തിട്ട് തടി സലാമത്താക്കാം. അത് പറ്റൂല. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ആ പരിപാടി ഒന്നും നടക്കൂല. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അങ്ങനല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവെ പേടിച്ച് നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ ചെയ്തു പോയി. അള്ളാഹുവെ തെറ്റുകൾ ചെയ്തു പോയി, അതിനൊരു പരിഹാരം എന്ന വണ്ണം അള്ളാഹുവെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ ഒരു 15 നോമ്പ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ
ووفقنا فيه للقيام والصيام على الوجه الذي يرضيك عنا يا رب العالمين. റജബിന്റെ മാസത്തിലെ ബർക്കത്ത് വേണം. ബർക്കത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു ഓശാരമാണ്, അള്ളാന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സമ്മാനമാണ്. അവൻ ഇഷ്ടപ്പെട്ട ചില നാടുകളിലേക്ക്, അവൻ ഇഷ്ടപ്പെട്ട ചില ദാസന്മാരിലേക്ക്, അവൻ ഇഷ്ടപ്പെട്ട ചില ദാസിമാരിലേക്ക് അള്ളാഹു ഇറക്കിക്കൊടുക്കുന്ന ചില നന്മകളാണ് ബർക്കത്ത്. ബർക്കത്ത് ബർക്കത്ത് എന്ന് പറയുന്നത്, ആ ബർക്കത്ത് എന്ന് പറയുന്നത് ആ ബർക്കത്തിനെ ആഗ്രഹിച്ച് ചോദിച്ചവർക്ക് മാത്രമേ ലഭിക്കൂ, അല്ലാത്തവർക്ക് കിട്ടൂല. അല്ലാത്തവർക്ക് കിട്ടൂല. ബർക്കത്തിന് വേണ്ടി ആഗ്രഹിച്ചവർക്ക് കിട്ടുള്ളൂ. കല്യാണ സദസ്സിൽ പാട്ടുപാടിയിട്ട് ബർക്കത്തിന് വേണ്ടി ചോദിച്ചാൽ അല്ലാഹു തരുകയില്ല, കിട്ടൂല. യാതൊരു സംശയവും വേണ്ട, കിട്ടൂല, കിട്ടൂല. ഈ റജബിന്റെ മാസത്തിൽ നീ ബർക്കത്ത് നൽകണമേ എന്ന് റജബിന്റെ മാസത്തിലെ വിവാഹ സദ്യ ഉണ്ടിട്ട് വിവാഹ വേദിയിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് തന്റെ മകളെയും തന്റെ മരുമകനെയും സാക്ഷ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന മാതാക്കളെ, പിതാക്കളെ, ഇച്ഛമാരെ, ആങ്ങളമാരെ, പെങ്ങന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുവേ, എന്റെ മകൾക്ക് നീ ബർക്കത്ത് ചെയ്യണമേ, എന്റെ മരുമകന് നീ ബർക്കത്ത് ചെയ്യണമേ. ബാറക്കല്ലാഹു ലക്കുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നമസ്കാരമുള്ള ഒരു ഇച്ഛയാണ് ഈ പാട്ട് പാടിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് ഈ സദസ്സിലേക്ക് ജനങ്ങളെ വിളിച്ചു വരുത്തുന്നതെങ്കിൽ എന്റെ പൊന്നിച്ച, നിങ്ങളുടെ ദുആയ്ക്ക് ഉത്തരമില്ല, ഉത്തരമില്ല. അങ്ങനെ ഉത്തരം കിട്ടും, എങ്ങനെ ഉത്തരം കിട്ടും? കസക്കൊട്ട പെണ്ണുങ്ങളെ കണ്ടിരുന്നു, തലശ്ശേരി പെണ്ണുങ്ങളെ കണ്ടുക, ചുക്കളിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബാ കല്ലമ്പലത്ത്, ബാ കല്ലമ്പലത്ത്, കല്ലമ്പലം എന്ന് പറഞ്ഞ സ്ഥലം തിരുവനന്തപുരം, കല്ലമ്പലത്ത് ബാ, ആണുണ്ട് പെണ്ണാണ്, ഇങ്ങനെ ഇവിടുന്നല്ലേ തുടക്കം കുറിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ആ ഓരോരുത്തരുടെ പാട്ട് പാടിയാൽ എന്റെ മൊത്തം കൂലി ഈ നാട്ടുകാർക്ക് കിട്ടും. എല്ലാവർക്കും ഈ നാട്ടുകാർക്ക് ഇവിടുന്നല്ലേ അണങ്കൂർ, ഇവിടുന്ന് കണ്ടല്ലേ ഒരു ചങ്ങാ തുടങ്ങി വെച്ചല്ലേ. ഇപ്പൊ എവിടുന്ന് എത്തി? അടിയിലെത്തി, ഇടിയിലെത്തി, ഷൂട്ടിംഗ് ആയി, സിനിമയായി, ഇതുവരെയായി. ആരാ ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത്? മുസ്ലിം പെണ്ണുങ്ങൾ. ആ പാട്ടോടി പെണ്ണുങ്ങളോടല്ലേ ഉണ്ടോ? മുസ്ലിം പെണ്ണുങ്ങൾ. ദുബായിൽ അടിവരെ ഉണ്ടായി. കാസർഗോട്ടുകാരെ തലശ്ശേരിക്കാരെ അടിച്ചു, തലശ്ശേരിക്കാരെ തിരിച്ചു കാസർഗോട്ടുകാരടിച്ചു. അടിവഴി. എന്തപ്പ ഇത്? ഇതിനകത്ത് ഇപ്പൊ എന്താ ഇത്ര വലിയ കാര്യം? കണ്ടിന എന്ന് പറഞ്ഞാൽ ബാ കാണിച്ചു തരാം. ഇന്നിപ്പോ ഒരു പെണ്ണിന് നമ്മൾ പോയി ചോദിച്ചാൽ അവള് കാണിച്ചു തരുന്നു. പണ്ട് യേശുക്രിസ്തു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളൂ, മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ തരപ്പെടും. യേശുക്രിസ്തു പറഞ്ഞ നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലേ? പോയി മുട്ടിയാ മതി, തുറന്നു തരും. ചോദിച്ചോളി, തരും, എല്ലാം തരും എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ വേണോ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കാണ്. ആ കാലഘട്ടത്തിലേക്ക് സമുദായം എത്തി. എന്താ ഇപ്പൊ കാലഘട്ടം? അതിലേക്ക് അതപ്പതിച്ചു പോയില്ലേ മുസ്ലിം പെൺകുട്ടികൾ? ഒരു നാണമില്ലാതെ, ലജ്ജയില്ലാതെ മുസ്ലിം പെൺകുട്ടികൾ പരസ്യമായി ഈ പാട്ട് പാടുമ്പോ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ എന്റെ പൊന്നു പെങ്ങന്മാരെ. ഭാരത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ അതിന്റെ ചെളിക്കുണ്ടിൽ വീണ് കിടന്ന അറേബ്യൻ ജനതയെ കൈക്ക് പിടിച്ചുകൊണ്ട് സത്യത്തിന്റെ പന്താവിലേക്ക് നയിച്ച ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ അനുയായികളായ പെൺകുട്ടികളാണോ, ആ പ്രവാചകന്റെ അനുയായികളായ ആൺകുട്ടികളാണോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശ വേഷത്തിൽ അണിഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തിന്റെ ഓരോ രഹസ്യ ഭാഗങ്ങളെ ഒപ്പിവെക്കണമെന്ന്, ഒളിപ്പിച്ച് വെക്കണമെന്ന്, സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിക തത്വത്തെ പരസ്യമായി അങ്ങാടിയിലൂടെ അവൾ വെല്ലുവിളിക്കുകയല്ലേ. വാടോ, നിനക്ക് ഞാൻ കാട്ടിത്തരാം. തന്റെ ഉണ്ടോ? ഞാൻ കാണിക്കുമ്പോ കാണാനുള്ള തന്റെ ഉണ്ടോ? അതാണ് അതിന്റെ അർത്ഥം. അതാണ് ആണാണ് പെണ്ണാണ്, ആണാണ് പെണ്ണാണ്, ആണാണ് പെണ്ണാണ്. ആണത്തം ഉണ്ടോടാ? അല്ലല്ലേ അർത്ഥം? ആണത്തം ഉണ്ടോ നിനക്ക്? പുരുഷത്വമുണ്ടോ, ആണത്തമുണ്ടോ? കടന്നു വാ, ഞാൻ കാണിച്ചു തരാം. എന്താ ഇപ്പൊ കാലഘട്ടം പോയ പോക്ക് വെറുതെ ആണോ? എവിടം വരെ എത്തിയത്? ഇപ്പൊ അറബികൾ പോലും അത് എഴുതിയെടുത്ത് അറബിയിൽ എങ്ങനെ ഇപ്പൊ അറബിയിൽ പണ്ട് എങ്ങനെ ഇപ്പൊ അറബി ഇപ്പൊ ആരും കാസർഗോഡ് എന്നൊക്കെ എങ്ങനെ ഇപ്പൊ അറബിയിൽ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എങ്ങനെ ഒരു പാടുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അങ്ങനെയല്ലേ ഒരു പാട്ടുണ്ടാക്കാൻ പറ്റില്ല.
കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ വാ 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 വരിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു അങ്ങനെ വല്ല ആയിരിക്കും. തമാശ അറിഞ്ഞല്ല, ഇപ്പൊ ഞാൻ കണ്ടതാണ് ഞാൻ നെറ്റിൽ ഇവിടെ. അപ്പൊ ഗൾഫിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞ അറബികള് അത് എഴുതിയെടുത്തിരിക്കുന്നു അറബിയിൽ, അതിന് ആ രീതിയിലാക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈ നാടിന് കിട്ടിയ ബർക്കത്ത് വലിയ ബർക്കത്ത് തന്നെ അത് കേട്ടാ, വല്ലാത്ത ബർക്കത്ത് തന്നെ സംഭവം തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഇതിനോടൊരു മോഹം ഉള്ളത് കൊണ്ട് തന്നെ, പാട്ടിനോട് മോഹം ഉള്ളത് കൊണ്ട് തന്നെ ആ കോലത്തിലാക്കി സംഭവം. അതാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ലോകത്ത് എല്ലായിടത്തും അത് പെട്ടെന്ന് വ്യാപിക്കുകയാണ്. നമ്മൾ തന്നെ സൂക്ഷിച്ചാണ് ബാത്റൂമിൽ പോണത് പോലും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊത്തം പറഞ്ഞു നോക്കണം, വാട്സപ്പ് വല്ല ബാക്കിൽ ഇരിപ്പുണ്ടോ. കാരണം ഇപ്പൊ വാട്സപ്പും ഈ എന്താ പേര് മറ്റേ ഫേസ്ബുക്കും അല്ലെ, ഫേസിൽ ഇരിക്കുകയാണല്ലോ ഈ ബുക്ക്. അപ്പൊ മുന്നോട്ടിരിക്കാനും പറ്റൂല, വാട്സപ്പിൽ പുറകോട്ടിരിക്കാനും പറ്റൂല. എല്ലാ ഭാഗത്തിലും ആകെ മൊത്തം പ്രതീക്ഷ ഇത് തന്നെയാണ്. എന്ത് ചെയ്യും? ഇത് എന്തിനാണ് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ? നിങ്ങളെ അള്ളാഹുവിലേക്ക് ഒന്ന് ഞാനൊന്ന് കൊണ്ടുപോകട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വാട്സപ്പിലൂടെ അതല്ലെങ്കിൽ ഈ നെറ്റിലൂടെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ പടച്ച തമ്പുരാൻ നമ്മുടെ ഓരോ രഹസ്യങ്ങളെയും ഒപ്പിയെടുക്കുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്കതൊരു വിശ്വാസമില്ല. അതിനെ ആരും പേടിക്കാറില്ല. ആരെങ്കിലും പേടിക്കുവോ? ആരും പേടിക്കാറില്ല. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏതൊരു വാക്ക് നമ്മൾ സംസാരിച്ചാലും പ്രവർത്തിച്ചാലും അത് റഖീബ് അതീദ് എഴുതി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേ വാട്സപ്പിൽ എടുക്കുന്നു, ഫേസ്ബുക്കിൽ അത് ഫിറ്റ് ചെയ്ത് വെക്കുന്നു. അതെല്ലാം അപ്പോഴേ ക്യാമറയിൽ അത് ഒപ്പിയെടുത്തുണ്ട്. ഇത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല. ഇന്നിപ്പത്തെ സോഷ്യൽ മീഡിയ വന്നപ്പോ എല്ലാവർക്കും പേടിയായി. ബാത്റൂമിൽ പോകുമ്പോ ശ്രദ്ധിക്കുന്നു, സ്കൂളിൽ പോകുമ്പോ ശ്രദ്ധിക്കുന്നു, കുളിക്കാൻ പോകുമ്പോ ശ്രദ്ധിക്കുന്നു. ബഹുമാനികളെ, സഹോദരിമാരെ, ഇന്ന് വിവാഹ വേദികളിൽ നിങ്ങളുടെ ഫോട്ടോകൾ എടുക്കാറില്ലേ? ക്യാമറാമാൻ നിങ്ങളുടെ ഓരോ രഹസ്യാവയവങ്ങളും ഒപ്പിയെടുക്കാറില്ലേ? സുന്ദരികളായ പെണ്ണിന്റെ ഓരോ നഗ്നഭാഗങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് അതിന്റെ ഓരോ ഭാഗങ്ങൾ ക്ലിപ്പായിട്ടിട്ട് പാശ്ചാത്യ ലോകത്തേക്ക് ഇതാ വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുകയാണ്. വാട്സപ്പിലൂടെ നിങ്ങളുടെ ഒരാളുടെ മാത്രമല്ല അഡ്രസ്, ഏതൊരു ഫോണിലാണോ വാട്സപ്പ് കിടക്കുന്നത് ആ വാട്സപ്പിലുള്ള സകലമാന കോണ്ടാക്റ്റുകളും ആ ഏതൊരു വ്യക്തിക്കാണോ അയച്ചു കൊടുക്കുന്നത് ആ വാട്സപ്പിന്റെ ഉടമസ്ഥർക്ക് ലഭിക്കുമത്രേ. മനസ്സിലാക്കണം. വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന പോലെ ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ എന്റെ കൂട്ടുകാരന് വേണ്ടി നമ്മളൊന്ന് അയച്ചു കൊടുക്കും. പക്ഷേ നിന്റെ മൊബൈലിലൂടെ അയക്കുമ്പോൾ ആ മൊബൈലിൽ എത്ര കോൺടാക്ട് നമ്പർ ഉണ്ടോ അത് മുഴുവനും വാട്സപ്പുകാർക്ക് കിട്ടും. നീ അറിയുന്നില്ല, അത് അവർക്ക് കിട്ടും. അവർക്ക് എന്തും ചെയ്യാതെ അതാരും അറിയുന്നില്ല. സംഭവം വെക്കുക, കുത്തുക, അങ്ങോട്ട് അയച്ചു വിടുക. എവിടാ കുത്തുക എന്നുള്ളത് അറിയില്ല. സംഭവം എവിടെങ്കിലും കിട്ടുന്നിടത്ത് കുത്തി കൊടുക്കുക. അത് തന്നെയാണ് പ്രശ്നം. ഈ ടച്ച് മൊബൈൽ പോലെ പൈസ പോകുന്ന അറിയില്ല. സംഭവം അറിയാൻ വയ്യാത്തൊരു ചങ്ങാതിരയിലുണ്ട് കുത്തി കൊടുത്താൽ അവിടെ ഇവിടെ കുത്തിയ സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളിത് അറിയില്ല. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് സൂക്ഷിച്ചോളി. കോടിക്കണക്കിന് ഡോളർ കൊടുത്തിട്ട് വാട്സപ്പും ഇതൊക്കെ ഫേസ്ബുക്ക് ഒക്കെ വാങ്ങിയിരിക്കാണ്. നമ്മുടെ ഓരോ രഹസ്യങ്ങൾ അവരത് എടുക്കുന്നു. കോടിക്കണക്കിന് രൂപയ്ക്ക് നമ്മുടെ അഡ്രസ്സുകൾ അവർ മറിച്ചു വെക്കുന്നു. നമ്മൾ ആരും അറിയുന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ പുതിയ ഒരു നമ്പറിൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ നമുക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുകയാണ്. എനിക്കൊരു നമ്പറുണ്ട്, രഹസ്യ നമ്പർ. അതിനകത്ത് ഫോൺ മെസ്സേജ് വന്നു. എങ്ങനെ ഇത് കിട്ടി? ആർക്കും അറിയില്ല. ആർക്കും അറിയാത്ത ഒരു നമ്പർ, രഹസ്യ നമ്പറിൽ പോലും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ മെസ്സേജ് അയക്കുമ്പോ അതിന്റെ ഉറവിടം എവിടെ നിന്നാണ്? അപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി എന്നല്ലേ അതിന്റെ അർത്ഥം? നമ്മളിവിടെ കടയിൽ കൊണ്ട് കൊടുക്കുന്നത് മാത്രമല്ല, അത് നമ്മളൊരു വാട്സപ്പിലൂടെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇത് അയക്കുമ്പോ അതിന്റെ ഓരോന്നിന്റെയും അഡ്രസ് അടക്കം അത് കിട്ടേണ്ട സ്ഥലത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടേണ്ട സ്ഥലത്ത് കിട്ടുക. നമുക്ക് നോക്കുമ്പോ ഫ്രീ ആയിട്ട് നമുക്കിപ്പോ കാണാനും സംസാരിക്കാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ നെറ്റുകാരെ തുറന്നു തരുമ്പോ നമ്മൾ ധരിക്കുന്നത് എന്താ? എല്ലാം നല്ല സൗകര്യമാണ്. മാഷാ അല്ലാ, തബാറക്കല്ലാ, എത്ര ഫ്രീ. പുതിയൊരു സാധനം സ്കൈപ്പ്. ഇങ്ങോട്ട് ഭാര്യയെ നോക്കിയിട്ട് സംസാരിക്കാം, ഭർത്താവിനെ നോക്കിയിട്ട് സംസാരിക്കാം. കൂട്ടുകാരൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പറയും അതൊന്ന് തിരിച്ചു പിടിക്കും, ഓളെ കാണാൻ പറ്റും ഓന്. പിന്നെ ഇവനുമായിട്ട് സ്കൈ വേണ്ട, അവനുമായിട്ട് പിന്നെ സ്കൈപ്പിലൂടെ അവളുമായിട്ട് ടൈപ്പ് ആവും. പിന്നെ
സ്കൈപ്പിലൂടെ ടൈപ്പായി മാറും. ആര് കാട്ടി കാണിച്ചു കൊടുത്തു? ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവ്, ദേ എന്റെ ഭാര്യ ഒന്ന് കണ്ടോ, എന്റെ മക്കള്, എന്റെ മോള്, ഇവിടെ കണ്ടോ, എന്റെ കുടുംബം, എല്ലാരെയും കാണിക്കാൻ പറ്റും നിമിഷ നേരം കൊണ്ട്. ഫ്രീ ആണ്. ഫ്രീ ആയതുകൊണ്ട് റാഹത്തായിട്ടിരുന്ന് കാണാം. ആരെങ്കിലും ഒരാൾ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോ, ഫോൺ വിളിക്കുമ്പോ തന്നെ 1 റിയാല് 2 റിയാല് 3 റിയാല് 3 ദിർഹം 4 ദിർഹം ഒക്കെ 1 മിനിറ്റിന് ചെലവാകുമ്പോ ഫ്രീ ആയിട്ട് സ്കൈപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം കാണാനൊരു സാഹചര്യം ഉണ്ടാക്കിയാൽ അടുത്ത പള്ളിയിൽ കിട്ടുന്നിടത്തെല്ലാം വാങ്ങുക, എല്ലാം കൂടെ പോയിരുന്ന അലം നശ്റഹ് ലക സദറക 3 പ്രാവശ്യം ഓതുക, വയറ് വിശാലാക്കുക, തിന്നു കൊടുക്കുക. പിറ്റേ ദിവസം മുതൽ ബാത്റൂമിൽ നേക്ക് ഇറങ്ങാൻ സമയം കാണൂല. വയറ് നമ്മുടെയാണ്, ഭക്ഷണം മറ്റൊരാളുടെയാണ്, നമ്മൾ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് സ്കൈപ്പിലൂടെ നിന്റെ ഭാര്യയുടെ ഓരോ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കുന്ന കാര്യം നിങ്ങളാരും അറിയുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ആരൊരാൾ ഫ്രീ ഒരു സാധനം തരുന്നോ മനസ്സിലാക്കിക്കോ, അതിന്റെ പിന്നിൽ എന്തോ ഒന്നുണ്ട്. എയർപോർട്ടിൽ പോകുമ്പോ ഈ സാധനം കൂടെ ഒന്ന് എന്റെ സുഹൃത്തിനോട് കൊടുത്തു. അവിടെ ഇറങ്ങിയ ഉടനെ നിങ്ങൾ ആളവിടെ വരും. ഇറങ്ങിയ ഉടനെ അവിടെ പോലീസ് ചങ്ങലയായിട്ട് വരും. നീ അങ്ങ് കൈയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനല്ലേ, വാങ്ങല്ലേ? ബഹുമാനമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, വിഷമത്തോടെ പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും കല്യാണ വീടുകളിലോ പൊതുനിരത്തുകളിലോ ഷോപ്പിംഗ് മാളുകളിൽ പോകുന്ന നമ്മുടെ പെൺകുട്ടികൾ ഓർക്കണം. ഷോപ്പിംഗ് മാളുകളിൽ അപ്പൊ ഓരോ മോഡലാണ്, യു വി പല സൈസിലുള്ളത്. എന്താ സോൾട്ട് ആൻഡ് പെപ്പർ, പിന്നെ വേറെ സലാല മൊബൈൽ, ബാല്യകാല സഖി, പല സൈസിലുള്ള സാധനങ്ങൾ. നിന്റെ മുകളിലുള്ളത് ക്യാമറയാണ്. ഷോപ്പിംഗ് മാളിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ നിന്റെ മുകളിലുള്ളത് ക്യാമറയാണ്? നീ അറിയുന്നില്ല. എത്രയോ സാധനങ്ങൾ കടക്കാർ ഒരുപക്ഷെ അലമാരയിൽ നിന്ന് താഴെ ഇടുമ്പോ നീ കുനിയുന്നു, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ക്യാമറയിലൂടെ ഒപ്പിയെടുക്കുന്നു. എത്രയോ സഹോദരിമാർ വീടിന്റെ മുറ്റത്ത് നിന്ന് മുറ്റമടിച്ചു തൂത്തുവാരുമ്പോ അവർ തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, നെഞ്ചിന്റെ ഭാഗങ്ങൾ മറയ്ക്കാറില്ല. നെഞ്ചിന്റെ ഭാഗങ്ങൾ മറയ്ക്കാതെ കുനിഞ്ഞു നിന്ന് വസ്ത്രമലക്കുന്നു, കുനിഞ്ഞു നിന്ന് വീട് വൃത്തിയാക്കുന്നു, കുനിഞ്ഞു നിന്നുകൊണ്ട് മുറ്റമടിക്കുന്നു. ദൂരത്തിൽ നിന്നുകൊണ്ട് പുള്ളന്മാർ, ചുള്ളന്മാർ, കുണ്ടന്മാർ, ചെറുപ്പക്കാർ വിദൂരത്തിൽ നിന്നുകൊണ്ട് അവർ മൊബൈലിലൂടെ സൂം ചെയ്ത് നിന്റെ രഹസ്യ അവയവങ്ങളെല്ലാം ഒപ്പിയെടുത്ത് നേരെ നെറ്റിലേക്ക് ഇടുന്നു. അല്ലെങ്കിൽ നിനക്കവർ ഒരു കോപ്പി അയച്ചു തരുന്നു. പിന്നെ അവൻ പറയുന്ന വഴിയിലേക്ക് നീ പോകേണ്ടി വരും. ഇസ്ലാമിക പ്രവാചകൻ, ഇസ്ലാമിക നിയമത്തിന്റെ ഉടമസ്ഥൻ, ഇസ്ലാമിക പ്രസ്ഥാനത്തെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹബീബായ തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. പരസ്യമായി ഒരു പെണ്ണ് കുളിക്കാൻ പാടില്ല, പരസ്യമായി ഒരു പെണ്ണ് റോഡിൽ ഇറങ്ങാൻ പാടില്ല, പരസ്യമായി ഒരു പെണ്ണ് പൊതുനിരത്തിൽ വിശ്രമിക്കാൻ പാടില്ല. അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ഒരു പെണ്ണിനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ, ഒരു പെണ്ണിന് കല്യാണത്തിന് പോകണമെങ്കിൽ, ഒരു പെണ്ണ് രോഗിയെ സന്ദർശിക്കാൻ പോകണമെങ്കിൽ അവളോടൊപ്പം മഹ്റമായ ഒരു വ്യക്തി ഉണ്ടായിരിക്കണമെന്ന് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു തരുമ്പോ ആ ഒരു വാക്കിനെ അനർത്ഥമാക്കിക്കൊണ്ടാണ് നമ്മുടെ സഹോദരിമാർ ഇന്ന് അഴിഞ്ഞാടുന്നതെങ്കിൽ എന്റെ പൊന്നുപെങ്ങന്മാരെ, താമസം വിന നിങ്ങളുടെ നഗ്ന ഫോട്ടോ പ്രതീക്ഷിക്കാം നെറ്റിൽ. ഏത് സമയത്തും പ്രതീക്ഷിക്കാം. നിങ്ങൾ അറിയുന്നേ ഇല്ല സംഭവം. ആരറിയുന്നു? നമ്മളിപ്പോ ഇവിടെ വസ്ത്രം കഴിയുന്ന ആരെല്ലാം അറിയുന്നുണ്ടോ? വസ്ത്രം കഴിയുന്ന ആരെല്ലാം അറിയുന്നുണ്ടോ? എവിടെ നിന്ന്, ഏത് വീടിന്റെ മുകളിൽ നിന്ന് വേണമെങ്കിലും സൂം ചെയ്ത് ഫോട്ടോ എടുക്കാം. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പരിപൂർണമായി ഔറത്ത് മറച്ചുകൊണ്ട് വേണം നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. വീട്ടിന്റെ ഉള്ളിൽ പോലും കാസർഗോഡിനെ അപേക്ഷിച്ചിടത്തോളം നമ്മുടെ സഹോദരിമാർ വീടിന്റെ ഉള്ളിൽ പിന്നെ അവർക്ക് പർദ്ദ ഒഴിവാക്കിയിട്ട് വെറും സാധാ അടിയിലും മുകളിൽ ഒരു ഡ്രസ്സ് മാത്രം, മുകളിൽ സാധാരണ ഒരു തുണി പോലും ഇടാറില്ല. ഉസ്താദ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കല്ലേ. നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ ഒരു വീട്ടിൽ കയറുമ്പോൾ പെട്ടെന്ന് പെണ്ണുങ്ങളൊക്കെ ഉസ്താനെ കാണാൻ വേണ്ടി ഇവിടെ വരുമ്പോ അപ്പോഴായിരിക്കും അവിടെ ഇവിടെ തപ്പിയെടുക്കുന്നത് തുണിയെല്ലാം ഉണ്ടോ ഇടാൻ വേണ്ടി. അപ്പൊ വീട്ടിനകത്താകുമ്പോ ഇവരത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ അത് തെറ്റാണ്, അത് ശ്രദ്ധിക്കണം. കാരണം എന്താ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരെ തന്നെ മൊബൈലുമായി നിങ്ങളുടെ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കാൻ കാത്തു നിൽപ്പുണ്ട്. അടുത്ത സമയത്ത് പിടിച്ച കുറെ സംഭവങ്ങൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ തന്നെയാണ് ആ കുടുംബക്കാരുടെ രഹസ്യങ്ങൾ പുറത്തേക്ക് ചോർത്തി കൊടുത്തത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവര് തന്നെ. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ കൊച്ചാപ്പാടെ മകൻ, ഇളയാപ്പാടെ മകൻ, വല്യാപ്പാടെ മകൻ, മൂത്താപ്പാടെ മകൻ, കാരണവരുടെ മകൻ,
അമ്മോശന്റെ മകൻ ഇവരൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ ഒന്നും നോക്കാറില്ല, കുടുംബക്കാരൻ രക്തബന്ധുക്കളാണ്. പക്ഷേ രഹസ്യത്തിൽ അവരുടെ കൈകളിലുള്ള മൊബൈൽ കൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് പിന്നീട് പല സ്ഥലത്തേക്കും അത് പോകും. അത് ചാറ്റിംഗ് ആയിരിക്കും, അത് ചീറ്റിംഗ് ആയിരിക്കും. എന്റെ സഹോദരിമാർ, ജാഗ്രത, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്.